ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് സ്നേഹപൂർവ്വം അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേൽ 1 പുസ്തകത്തെ അധികരിച്ചുള്ള 116 എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 12 അധ്യായത്തിലൂടെയുള്ള ചിന്തകൾക്ക് ദൈവകൃപയിൽ ശരണപ്പെട്ട് നാം ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 12 അധ്യായത്തിൻ്റെ മുഖ്യ പ്രമേയം എന്ന് പറയുന്നത് ദീർഘനാളുകൾ ന്യായാധിപനായി ശുശ്രൂഷിച്ച ശമൂവേൽ പ്രവാചകന്റെ ന്യായാധിപ ശുശ്രൂഷയിൽ നിന്നുള്ള വിടവാങ്ങലാണ്. ആ വിടവാങ്ങലിന് അടിസ്ഥാനമാക്കിക്കൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുന്ന, അദ്ദേഹം പറയുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്കുകളിൽ നിന്ന് അനേക സത്യങ്ങൾ നമുക്ക് പഠിക്കുവാനായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. പ്രാർത്ഥനയോടുകൂടെ സമയപരിധിയിൽ ഞാനൊന്ന് പ്രവേശിക്കട്ടെ. ഈ അധ്യായം 12 അധ്യായം ശമൂവേലിൻ്റെ 1 പുസ്തകത്തിലേക്ക് വരുമ്പോൾ 2 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു, ഞാനോ വൃദ്ധനും നരച്ചവനുമായി. എൻ്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട്. എൻ്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് പൊതുവായൊരു കാര്യമാണ് ഞാൻ ഇന്ന് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇവിടെ നമുക്ക് വ്യക്തമാണ്, ന്യായാധിപ ശുശ്രൂഷയിൽ നിന്ന് പിൻവാങ്ങുകയാണ്, അല്ലെങ്കിൽ തൻ്റെ ശുശ്രൂഷ ആ രീതിയിൽ മാറ്റപ്പെട്ടു എന്നുള്ള തിരിച്ചറിവോടുകൂടെ ഇസ്രയേലിൻ്റെ രാജാവിനെ ചൂണ്ടിക്കാണിക്കുന്ന ശമൂവേൽ പ്രവാചകനെ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നു. അർത്ഥാൽ ഇസ്രയേലിൻ്റെ ന്യായാധിപ കാലഘട്ടത്തിന് പൂർണ്ണവിരാമം കുറിച്ചുകൊണ്ട് രാജഭരണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇവിടെയാണ് നമുക്കുള്ള ചിന്തയുടെ ആദ്യത്തെ ഭാഗം കിടക്കുന്നത്. വാസ്തവത്തിൽ ഈ രാജഭരണം ലോകത്തിന് നന്നെന്ന് തോന്നിയാലും ഇസ്രയേലിനെ സംബന്ധിച്ച് അത് ദൈവത്തിൻ്റെ കണ്ണിലൂടെയുള്ള നല്ല ഇഷ്ടം അല്ലായിരുന്നു. രാജഭരണത്തിലേക്കുള്ള ചുവടുമാറ്റം ദൈവത്തിൻ്റെ പൂർണ്ണ ഹൃദയത്തിലുള്ള വിഷയമല്ലായിരുന്നു, പെർഫെക്റ്റ് വില്ലല്ലായിരുന്നു. മറിച്ച് അത് അനുവാദക ഇഷ്ടമായിരുന്നു, പെർമിസീവില്ലായിരുന്നു. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ദൈവം തൻ്റെ പൂർണ്ണഹിതത്തിൽ മനസ്സോടെ നൽകുന്നതിനെ, അനുവദിക്കുന്നതിനെ നമുക്ക് പെർഫെക്റ്റ് വിൽ അല്ലെങ്കിൽ പൂർണ്ണഹിതമെന്ന് പറയാം. ഇസ്രയേലിനെ സംബന്ധിച്ച് ന്യായാധിപന്മാരിലൂടെ ദൈവം തൻ്റെ ജനത്തെ നടത്തുകയും ദൈവം തന്നെ അവർക്ക് രാജാവായിരിക്കുകയും ചെയ്യുന്ന സ്ഥിതിയായിരുന്നു ദൈവത്തിൻ്റെ പെർഫെക്റ്റ് വിൽ എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ പൂർണ്ണഹിതം എന്ന് പറയുന്നത്. എന്നാൽ ഞങ്ങൾക്ക് ചുറ്റുമുള്ള ജാതികളെപ്പോലെ ഒരു രാജാവിനെ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗുണദോഷങ്ങളൊക്കെ കർത്താവ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അതിനെയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ഒരു രാജാവിനെ വേണമെന്ന് ഇസ്രയേൽ പറഞ്ഞപ്പോൾ ശമൂവേൽ പ്രവാചകനിലൂടെ ദൈവം ആദ്യ രാജാവായ ശൗലിനെ ചൂണ്ടിക്കാണിക്കുന്നത് ദൈവത്തിൻ്റെ അനുവാദക ഇഷ്ടമായിരുന്നു, പെർമിസീവില്ലായിരുന്നു. വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, അതിൻ്റേതായിട്ടുള്ള അനേക ദോഷങ്ങൾ ഇസ്രയേൽ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. പിൽക്കാല ചരിത്രം നാം പഠിച്ചു നോക്കിയാൽ ശൗൽ മുതലുള്ള എത്രയോ രാജാക്കന്മാർ അതിൽ നല്ലവരുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് രാജ്യം 2 വിഭജിക്കപ്പെട്ടു.
ആ സമയങ്ങളും കൂടെ ചേർത്ത് പഠിച്ചാൽ നല്ലവരായ രാജാക്കന്മാരെക്കാൾ, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്ത രാജാക്കന്മാരെക്കാൾ, ലോകത്തിനനുസരിച്ച് മറ്റ് ജാതികളുടെ രാജാക്കന്മാരെ പോലെ പാപം ചെയ്യുവാൻ മത്സരിക്കുന്ന, വിശുദ്ധ തിരുവെഴുത്തിലൊരു വാക്യം ഞാനിങ്ങനെ പറയട്ടെ, തങ്ങളെ തന്നെ വിറ്റുകളഞ്ഞ രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് ഇസ്രായേൽ മാറിയതിൻ്റെ പ്രധാന കാരണം ദൈവത്തിൻ്റെ പൂർണ്ണ ഇഷ്ടത്തിൽ നിന്ന് അവർ പെർമിസീവ് വില്ലിലേക്ക്, അനുവാദ ഇഷ്ടകത്തിലേക്ക് മാറി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അത് മുഖാന്തരം ഇസ്രായേലിൽ എന്തെല്ലാം അരാജകത്വം സംഭവിച്ചു. പ്രവാസ കാലഘട്ടങ്ങൾ അവർക്കുണ്ടായി. രാജ്യം വിട്ടവരോടേണ്ടി വന്നു. തന്നെയുമല്ല, അവരുടെ മക്കളുടെ ഭാവിയെല്ലാം എത്രയോ ദുരിതത്തിൻ്റെ കയത്തിലായി. വിശുദ്ധമായി നിന്ന ദൈവശുശ്രൂഷയുടെ സ്ഥാനങ്ങൾ അനേക രാജാക്കന്മാരുടെ ദുശ്ചെയ്തികൾ മുഖാന്തരം വിഗ്രഹാർപ്പിതത്തിലേക്കും വിഗ്രഹാരാധനയിലും മ്ലേച്ഛതയിലേക്കും വഴുതി വീഴുന്ന ചരിത്രം പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്തായിരുന്നു അടിസ്ഥാനപരമായ കാരണം? ദൈവമാക്കി വെച്ച ശുശ്രൂഷകന്മാരെ ഞങ്ങൾക്ക് വേണ്ട, ചുറ്റുമുള്ളവരെ പോലെ ആകണമെന്നുള്ള ശബ്ദം ഇസ്രായേൽ പ്രതിധ്വനിച്ചതിൻ്റെ പ്രതിഫലനമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന ഓരോ ദൈവ പൈതലിനോടും വ്യക്തമായി പറയട്ടെ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ വിട്ടുപോകുമ്പോൾ, ഞങ്ങൾക്കും മറ്റുള്ളവരെ പോലെ ആകണമെന്നുള്ള വലിയ മുറവിളി ദൈവജനത്തിൻ്റെ മധ്യ ഹൃദയത്തിൽ ഉയരുമ്പോൾ, അത് ദൈവത്തിൻ്റെ അനുവാദക ഇഷ്ടത്തിലേക്കും ദൈവകോപത്തിലേക്കുമാണ് വഴിമാറുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് പ്രവാചകന്മാർ, പുരോഹിതന്മാരൊക്കെ അവരെ ശുശ്രൂഷിച്ചു. ദൈവം നേരിട്ടവരെ വഴി നടത്തി. അന്ന് മനുഷ്യൻ്റെ കുറവ് കൊണ്ടുവന്ന കുറ്റങ്ങളല്ലാതെ ദൈവപക്ഷത്തു നിന്ന് യാതൊരു കുറവും തൻ്റെ ജനത്തിനുണ്ടായില്ല. എന്നാൽ അവർ നിർബന്ധപൂർവം രാജഭരണത്തിലേക്ക് ചോദിച്ചു വാങ്ങിയപ്പോൾ എന്തുമാത്രം ദൈവത്തിന് അഹിതമായ വിഷയങ്ങളിലേക്ക് ഇസ്രായേൽ ജനം കടക്കേണ്ടി വന്നു. നമുക്ക് പ്രാർത്ഥിപ്പാനായിട്ട് കഴിയണം. കർത്താവേ, ഞങ്ങൾക്കെപ്പോഴും അവിടുത്തെ പൂർണ്ണഹിതത്തിൽ നിലനിൽക്കുവാൻ കൃപ ചെയ്യണം. അവിടുത്തെ ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്ന സ്വഭാവത്തിൽ നിന്നൊരിക്കലും മാറുവാൻ ഞങ്ങൾക്കിടയാകരുത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളോടും അങ്ങ് ഇടപെടണമേ. ഞങ്ങൾ ഓർത്തതുപോലെ ഇസ്രായേലിന് ദൈവം വെച്ച എത്ര നല്ല സംവിധാനമായിരുന്നു. എന്നാൽ ചുറ്റുമുള്ള ജാതികളെപ്പോലെ ആകേണ്ടതിന്, ലോകത്തിന് അനുരൂപരാകേണ്ടതിന് അവർ മുറവിളി കൂട്ടിയപ്പോൾ അവർക്ക് വന്ന ദോഷം എത്ര വലുതായിരുന്നു. അങ്ങ് ഞങ്ങളെ വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിട്ടുള്ളതാണ്. അവിടുത്തെ വിശുദ്ധി ഞങ്ങൾ പ്രതിഫലിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ കർത്താവേ, ഞങ്ങൾ ലോകത്തിലുള്ളവരെ പോലെ ആകാതിരിപ്പാൻ, അതിൻ്റെ ദോഷങ്ങൾ വരാതിരിപ്പാൻ കൃപയിൽ തന്നെ ശരണപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റൊന്നും ലോകപ്രകാരം ഞങ്ങൾക്കില്ലെങ്കിലും ഞങ്ങളുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ജീവിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. അങ്ങനെ ഞങ്ങളെ നടത്തും എന്നുള്ളതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, പൂർണ്ണമായ ദൈവഹിതത്തിൽ തുടരുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ചായ്ക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.